മുമ്പിലാണെങ്കിൽ നമ്മുടെ അലീനയെ ആരെ റീത്താമ്മയെ തോൽപ്പിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. റീത്ത വളരെ അഹങ്കാരിയാണ് എന്ന് നമുക്ക് കാണാമല്ലോ. അത് വേറൊന്നുകൊണ്ടുമല്ല കേട്ടോ. റീത്തയുടെ സഹോദരിയായ എൽസിയോടോ ആരോടോ തന്നെ യാതൊരു സ്നേഹവുമില്ല എന്ന് കാണാൻ സാധിക്കും. സ്വത്തിനു വേണ്ടി മാത്രമാണ് റീത്ത സ്നേഹിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്വത്ത് കൊടുത്തു കഴിഞ്ഞാൽ റീത്തയുടെ സ്നേഹവും റീത്തയുടെ മനസ്സിലും കയറിക്കൂടാൻ പറ്റും എന്നുള്ളതാണ് സത്യത്തിൽ ഒരു വാസ്തവം. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഇതേ സമയമാണെങ്കിൽ അലീന വരുന്നത് റീത്തയ്ക്ക് പിടിക്കുന്നില്ലല്ലോ. റീത്തയുടെ ആ സ്വഭാവവും പെരുമാറ്റമൊക്കെ അത് തന്നെയാണ് പറയുന്നത്. വല്യപ്പച്ചൻ നമ്മുടെ അലീനയ്ക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരാർത്തി പിടിച്ചവളാണ് റീത്ത എന്നും സ്വത്തിനും പണത്തിനും വേണ്ടി അവൾ എന്തും ചെയ്യുമെന്നും സ്റ്റാലിൻ്റെ പണത്തിലാണ് അവൾ ജീവിക്കുന്നതെന്നും, അതായത് സ്റ്റാലിൻ്റെ ഭാര്യയും മക്കളും അവൻ്റെ കൂടെ നിന്നാൽ അവൾക്ക് ജീവിക്കാനായിട്ട് മാർഗവും ഉണ്ടാകില്ല, പണവും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവൾ സ്റ്റാലിനിൽ നിന്നും ഭാര്യയെയും അവൻ്റെ മക്കളെയും വേർപെടുത്തിയെടുത്തത് എന്ന് പറയുന്നു. വളരെ സന്തോഷമുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത്. ആ സന്തോഷ കുടുംബത്തിലേക്ക് കയറി ചെന്ന് അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് അവിടെ ഒരു വലിയ വിള്ളൽ സൃഷ്ടിച്ച് അവൾ കുളം കലക്കി മീൻ പിടിക്കുകയായിരുന്നു എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് സമയമാണെങ്കിൽ അല്ല വല്യപ്പച്ചൻ ഇടപെട്ടില്ലേ? അതായത് സ്റ്റാലിപ്പപ്പയുടെ ഭാര്യയോട് വല്യപ്പച്ചൻ സംസാരിച്ചില്ലേ എന്ന് അലീന ചോദിക്കുന്നു. ആരൊക്കെ എന്തൊക്കെ സംസാരിച്ചാലും അവൾ ഇവിടെ നിൽക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലല്ലേ മോളെ നിൽക്കുകയുള്ളൂ. അവൾക്ക് ഇവിടെ നിൽക്കുന്നത് പോയിട്ട് ഞങ്ങളുടെ കൂടെ ഒന്ന് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു. എല്ലാം റീത്ത, അവളുടെ സഹോദരി പറയുന്നത് വെള്ളം തൊടാതെ അവൾ വിഴുങ്ങുമായിരുന്നു എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെയാണ് ഇപ്പോൾ റീത്തയുടെ കീഴിൽ അടിമയെപ്പോലെ നിൽക്കേണ്ടി വരുന്നത് എന്ന് പറയുന്നു. ഇപ്പോൾ അവിടെ റീത്തയാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഇവർക്ക് വെറുതെ കേട്ട് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. മറിച്ച് ഒരു വാക്ക് പറയാനോ ഒന്ന് പ്രവർത്തിക്കാനോ പോലും സാധിക്കില്ല. ഈ സ്വത്തിനു വേണ്ടി ആണ് ഇപ്പോൾ നമ്മുടെ റീത്ത അടിയുണ്ടാക്കുന്നത് എന്ന് പറയുന്നു? വല്യപ്പച്ചൻ പറയുന്നു. സ്വത്തുണ്ടെങ്കിലേ റീത്തയ്ക്ക് പവറും അധികാരവും ഉള്ളൂ. സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ റീത്തയുടെ അധികാരം ഇല്ലാതെയാകുമെന്ന് പറയുന്നു. അതായത് സ്റ്റാലിയും ഭാര്യയും മക്കളും ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ റീത്തയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് അലീന മനസ്സിലാക്കുന്നു. ഇവിടെയാണെങ്കിലോ നമ്മുടെ അലീന കാര്യം മനസ്സിലാക്കിയതും എങ്ങനെയെങ്കിലും സ്റ്റാലിപ്പപ്പയെയും കൂടാതെ തന്നെയാണെങ്കിൽ സ്റ്റാലിപ്പപ്പയുടെ ഭാര്യയെയും മക്കളെയും ഒന്നിപ്പിക്കണമെന്ന തീരുമാനം അലീന മനസ്സിലെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ പോവാനുള്ള ഒരു നീക്കം അലീന നടത്തുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവർക്കാർക്കും യാതൊരു പ്രശ്നവുമില്ലാതെ പപ്പയെ നേർവഴിക്ക് ഒന്നും നിർത്താതെ പപ്പയുടെ ഇഷ്ടത്തിന് വിട്ട് താൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ അലീന ഒന്ന് ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വല്യപ്പച്ചൻ സ്റ്റാലിനെ വിളിച്ച്, എടാ ലാലിച്ച, കാര്യങ്ങളുടെ കിടപ്പൊക്കെ ഇങ്ങനെയാണെന്നും നീ അലീനയെ ശ്രദ്ധിക്കണമെന്നും പറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലാലിച്ചനാണെങ്കിൽ സ്റ്റാലിനാണെങ്കിൽ അലീനയെ ശ്രദ്ധിക്കാനായിട്ടും അലീനയുടെ മുൻപിൽ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ടും അലീനയോട് പോകേണ്ട ആവശ്യമില്ലെന്ന് പറയാനായിട്ടും ശ്രമിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമെങ്കിൽ പെട്ടെന്ന് തന്നെ പപ്പ ഇങ്ങനെ മനം മാറി പറയുന്നത് കണ്ട അലീനയാണെങ്കിൽ സ്റ്റാലിനോട് പറയാണ്, എങ്കിൽ പപ്പ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. അതായത് തീർച്ചയായിട്ടും പപ്പയാണെങ്കിൽ ഇനി മദ്യമെന്ന ആ വലിയ വിഷം പപ്പ കുറച്ച് നാളത്തേക്ക്
മാറ്റിവെക്കാനായിട്ട് ശ്രമിക്കണം. ആ റീത്തയുടെ മുൻപിൽ പപ്പ തല ഉയർത്തി നിൽക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം മോളെ നീ എന്തൊക്കെയായി പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആ റീത്താമ്മ എന്ന സ്ത്രീ പപ്പയെ ഊറ്റുന്നതും പപ്പയിൽ നിന്നും ഒരുപാട് പണം കൈപ്പറ്റുന്നതും വല്യപ്പച്ചൻ എന്നോട് പറഞ്ഞു. പപ്പ ഒരു കാര്യം ചെയ്യണം, അവരെ വെച്ചുകൊണ്ട് തന്നെ പപ്പയുടെ ബന്ധം, പപ്പയുടെ ജീവിതം പപ്പ തിരിച്ചു പിടിക്കാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുന്നു. ഇതേ സമയം എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന തന്നെ സ്റ്റാലിന് ഒരു വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീന പറഞ്ഞ വഴി നല്ല ഒരു തീരുമാനമാണെന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ റീത്താമ്മ തൻ്റെ ചെലവിൽ ഭക്ഷണം കഴിക്കേണ്ട എന്ന് സ്റ്റാലി തീരുമാനിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അലീന പറഞ്ഞ വഴിയെ തന്നെ സ്റ്റാലിനും നീങ്ങുകയാണ്. റീത്തയാണെങ്കിലോ അലീനയ്ക്ക് എതിരായിട്ടുള്ള നീക്കങ്ങൾ, അലീനയെ നശിപ്പിക്കാനുള്ള ഓരോ വഴികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. വലിയൊരു പട തന്നെ അലീനയ്ക്കെതിരെ രൂപീകരിക്കുകയാണ് എന്ന് കാണാം. അതായത് സഹോദരനെ കൂടാതെ തന്നെയാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഭാര്യയായ എൽസിയെ, പിന്നെയാണെങ്കിൽ മക്കളെ എല്ലാവരെയും നിർത്തുന്നുണ്ട്. മക്കൾക്കാണെങ്കിൽ ഇപ്പോൾ റീത്തയെ സത്യം പറഞ്ഞാൽ വലിയ മതിപ്പൊന്നുമില്ല. റീത്തയോട് ചെറിയ രീതിയിൽ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ റീത്ത നമ്മുടെ സ്റ്റാലിൻ്റെ ബംഗ്ലാവിലേക്ക് എത്തുന്ന ആ മുഹൂർത്തം കാണാം. എത്തുന്നതേ ഓർമ്മയുണ്ടാകുന്നുള്ളൂ. അലീനയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അടിപതറുകയാണ് നമ്മുടെ റീത്ത എന്ന് കാണാൻ സാധിക്കും. റീത്തയാണെങ്കിൽ അലീനയുടെ ചോദ്യം കേട്ട് ആകെ തകർന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ റീത്തയ്ക്ക് ഇനി സ്റ്റാലിൻ്റെ സ്വത്തിൻ്റെ മേലോ അധികാരം കൈയേറ്റം ചെയ്യാൻ പറ്റില്ലാത്തത് കൊണ്ട് തന്നെ റീത്ത തന്ത്രപൂർവം നമ്മുടെ ഭാര്യയെയും, അതായത് തൻ്റെ സഹോദരിയെയും മക്കളെ ഇറക്കി കളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ റീത്തയെ മാത്രം സ്റ്റാലിൻ്റെ ഭവനത്തിൽ നിന്നും അലീന മാറ്റി നിർത്തുകയാണ്. ബാക്കി എല്ലാവരും ഒന്നിച്ച് അലീന അവിടെ സംസാരിക്കാനും കൂടാതെ തന്നെ അവരുടെ വെറുപ്പും മുഹൂർത്തങ്ങളുമൊക്കെ കാണാനായിട്ട് ഇനി നമുക്ക് സാധിക്കും കേട്ടോ പ്രേക്ഷകരെ. അപ്പോൾ ഇതൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ ആണ്. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഫുള്ളായിട്ട് കാണാം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്ഷമിക്കണേ.